ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട യേശു പറഞ്ഞ മൂന്ന് ഉപമകൾ അല്ലെങ്കിൽ മൂന്ന് ഉദാഹരണങ്ങൾ ഉപമകൾ പറഞ്ഞ അതിനകത്തെ എല്ലാവരും സാധാരണ കേട്ടിട്ടുള്ളതായ ഒരു ഉപമ അതിലേക്ക് പോകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ 29-30-ാമത്തെ വാക്യം വരെയുള്ള സംഭവമാണ്. ഒരു പിതാവിന് 2 മക്കൾ. അതിനകത്ത് ഇളയവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സമ്പത്തൊക്കെയും വാങ്ങിച്ചുകൊണ്ട് തൻ്റെ വീതവുമായി ദൂരദേശത്തേക്ക് പോയെന്നും ആ ദൂരദേശത്തേക്ക് പോയ ആളിന് വഴിയിൽ വെച്ച് ഇതെല്ലാം നഷ്ടമാകുകയും തീരുകയും അതിനുശേഷം മടങ്ങിവരവ് നടത്തുന്നതുമായ സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ഉപമയിലെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. From the Gospel of Luke chapter 15 verse 11, a parable that Jesus shared, I want to speak from today. The parable that states of the 2 sons that a father has, and one of the son leaves his sons with the inheritance and loses all his inheritance, and then how he comes back and how there is a celebration. From there I want to speak a message. 12-ാമത്തെ വാക്യം, അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ ഈ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ ഈ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അപ്പൻ്റെ മരണത്തിന് ശേഷമാണ് വസ്തു വീതം. മുമ്പേ വീതം വെക്കും, പക്ഷെ അത് മക്കൾ ഉപയോഗിക്കുന്നത് അപ്പൻ്റെ മരണശേഷമാണ്. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ വസ്തു വീതം വെച്ച് അതിൻ്റെ വീതം കൊണ്ട് പോയാൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു മീനിങ് അപ്പനെ കൊല്ലുന്നതിന് തുല്യമാണ്. During that culture, if the inheritance is taken after the death of the father, and if you are going to take the inheritance before the death of the father, it implies that you're actually killing the father. And here we see this younger son is trying to take his part of the inheritance before the death of his father. ഈ സത്യത്തിൽ ഈ കഥയിൽ പ്രധാനമായും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്, ഒരു ഉപമയാണിത്. ഈ പിതാവിനെ കൊല്ലുന്ന തീരുമാനമാണ്, പിതാവിനെ കൊല്ലുന്നതിന് തുല്യമായ തീരുമാനമാണ്. പക്ഷേ പിതാവ് അത് സമ്മതിച്ചു കൊടുക്കുന്നു. ആ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു പിതാവിനെയാണ് ആദ്യ വാക്യങ്ങളിൽ ആ ഉപമയിൽ യേശു പരിചയപ്പെടുത്തുന്നത്. Mainly it represents the father's love in this parable, but in the early verses of this whole parable we find actions that represents the killing of the father. ഇതിനകത്ത് ഈ മകൻ ഈ സമ്പത്തുമായി ദൂരദേശത്തേക്ക് പോകുന്നു. And we find that the son leaving with the inheritance to a different far land. ഒത്തിരി ദൂരത്തേക്ക് പോകുന്നു. He's going to a far land. ദൂരേക്ക് പോകുന്ന ഒത്തിരി മക്കളെ തിരക്കിയിരിക്കുന്ന ഒരു അപ്പൻ്റെ പിക്ചറാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ മനസ്സാണ് മക്കളെ തിരക്കിയിരിക്കുന്ന, വീണ്ടെടുക്കാൻ താല്പര്യമായി ഹൃദയത്തിൽ പ്രതീക്ഷയോടിരിക്കുന്ന ഒരു പിതാവിൻ്റെ പിക്ചറാണ്. ദൈവത്തെ പരിചയപ്പെടുത്താൻ, യേശുവിൻ്റെ സ്വഭാവത്തെ പരിചയപ്പെടുത്താൻ, പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ യേശുവിടെ ഉപമയിലൂടെ ഉദ്ദേശിക്കുന്നത്. To represent the love of Father, to represent the heart of God the Father, Jesus is using this parable to show how the love of Father is seeking after the sons who have left him and gone away from him. അവിടെ വായിക്കുന്നത് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവൻ ദൂരദേശത്തേക്ക് പോയി. We read that from the house of his father he left to far land. ഈ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയെന്ന് അങ്ങോട്ട് ദൂരദേശത്തേക്ക് പോയി കയ്യിലിരുന്നത് മുഴുവൻ നഷ്ടമായി പോയി. When he left his father's house and went to a far land, whatever he possessed in his hand he lost. തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. Whatever he held he lost it. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകലം കൂടുന്തോറും കയ്യിലുള്ളത് പോകുമെന്നാണ് അടുത്ത സന്ദേശം. The next message is this, that as far as you go from your father, whatever you possess you will lose. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ദൂരദേശത്തേക്ക് പോയപ്പോൾ സംഭവിച്ച ആദ്യ കാണത്തക്ക രീതിയിൽ ആദ്യത്തെ സംഭവം കയ്യിൽ നിന്ന് പോയി അവനെ മുട്ട് വന്നു തുടങ്ങി. As far when he went far to a far land, the first thing that manifested to the eyes were that he became to come in lack. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരം കൂടുന്തോറും
മുട്ട് വന്നു തുടങ്ങും. As far as you go from the Father's house, you will experience more lack in your life. സങ്കീർത്തനത്തിലെ ഒരു വാക്യം എനിക്ക് ഇത് വായിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നു. അപ്പൻ്റെ വീട്ടിൽ നിൽക്കുന്നവരുടെ ലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഒന്നിനും മുട്ട ഉണ്ടാകത്തില്ലെന്ന്. From the Psalms, I find a verse which shows the sign of a person who lives in the house of the Lord, that I will not want anything. സങ്കീർത്തനം പറയുന്നത് യഹോവയുടെ ആലയത്തിൽ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നവന് ഒന്നിനും മുട്ട ഉണ്ടാകത്തില്ല. The Psalms 23 says, the one who dwells in the house of the Lord, nothing he will lack. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരം കൂടുന്തോറും മുട്ട് വന്നു തുടങ്ങും. എന്ന് വെച്ചാൽ പരിഹരിക്കപ്പെടാത്ത ആവശ്യങ്ങൾക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ്. As far as you go from the house of your father, you will experience lack which cannot be sorted. ചിലരെ ഇന്ന് പകലിൽ അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ തിരിച്ചെടുക്കാൻ പോകുന്നു. Some of you are going to be brought back to the house of his house of the ദൂരം Father. കൂടിയ ചിലതിനെ ഇന്ന് പിതാവ് തിരിച്ചെടുക്കുന്ന പകലായിരിക്കും. Those who have gone distance far, you are going to be brought into the house ചിലരുടെ ജീവിതത്തിൽ again. അപ്പൻ്റെ വീടും ചിലർ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരം കർത്താവ് വെട്ടിമാറ്റുന്നു. ചിലതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും അപ്പൻ്റെ ഭവനത്തിലേക്ക് ചിലതിനെ കർത്താവ് പിടിച്ചെടുക്കുന്ന പകലായി. The distance between you and the distance between your father, that distance is going to be taken away, and you're going to be brought into the house of God. കരവാടിക്കുവാന്ന് നല്ലപോലെ ഒന്ന് അടിച്ച് If you're clapping your hands, clap your hands properly. പന്നി തിന്നുന്ന 16-ാമത്തെ വാക്യം മുട്ട് വന്നു. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ആരും കൊടുത്തില്ല. He experienced lack in the 14th verse, and we also read that he was willing even to eat the foot of the swine. വാളവരെ എന്ന് പറഞ്ഞാൽ വാളവര തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും കാര്യം ആരും കൊടുത്തില്ല. ഈ അവിടെ കിടന്നുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, the next verse what is said there, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. He came to senses and he realized that many of his servants have more than what they want in the house of his father. ഇവന് തകർച്ച വന്നപ്പോഴാണ് ഇവന് സുബോധം വരുന്നത്. When he experienced failure is when he came to senses. അവൻ കാശ് മേടിച്ചപ്പോഴും വസ്തുവീതം വെപ്പിന് ചോദിച്ചപ്പോഴും ഇതുമായിട്ട് അടിച്ചു പൊളിക്കാൻ പോയപ്പോഴും ഇവൻ എന്തോ ഇല്ലായിരുന്നു, ബോധം ഇല്ലായിരുന്നു. So that means that when he wanted the inheritance, took the inheritance and went away to experience the inheritance, he did not have senses. അവൻ അവിടെ ചെന്നിട്ട് സുബോധം ഉണ്ടായെന്ന് ബൈബിൾ പറയുന്നു. So Bible says that he came to senses. അവൻ സുബോധം ഉണ്ടാകാനുള്ള കാരണം, the reason why he came to senses, അവൻ ഇവിടെ ഈ തകർച്ചയെ കടന്നുകൊണ്ട് when he was in the failure, അവൻ കിടക്കുന്ന പ്രശ്നവും and the place where he was lying, the trouble, വീടും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തി. The trouble he was in and the house of his father, he compared it. അപ്പന്റെ വീടിനെ കുറിച്ച് പഠിച്ചപ്പോൾ, when he studied the house of his father, അപ്പന്റെ വീട് ദാരിദ്ര്യത്തിന്റെ കൂമ്പാരമല്ലെന്ന് ആദ്യം മനസ്സിലായി. he understood one thing, that his father's house is not full of poverty. ഇതിനകത്ത് മക്കൾ ശ്രദ്ധിച്ചോ, നിന്റെ അപ്പന്റെ ഭവനം ദാരിദ്ര്യത്തിന്റെ കൂമ്പാരമല്ല, അവിടെ സമൃദ്ധിയായി വിളമ്പുന്ന സ്ഥലമാണ്. Children, pay attention here, that your father's house is not a place of poverty, but it's a place which serves abundantly. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും പറഞ്ഞോട്ടെ കുറവുണ്ടാകത്തില്ല. Young lions lack food, but those who seek the face of God will not lack any good thing. ഒരു താരതമ്യ പഠനം. So he is doing a compare here. അപ്പന്റെ വീടും the house of his father, കിടക്കുന്ന സ്ഥലവും തമ്മിൽ ഒന്ന് താൻ അവിടെ കിടന്നുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ചിന്തിക്കാൻ. അവനെ ദൈവത്തിന് കളയാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അവന് സമയം ഉണ്ടാക്കി കൊടുത്തു. So because God does not have a plan to throw him away, he prepared a time for സമയം him. ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് കൃത്യമായ ഒരു തീരുമാനം, അപ്പന്റെ വീടും ഇവൻ കിടക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു താരതമ്യ പഠനം. So when he got enough time, he found that in the comparison between the house of his father and the place where he is, there is അപ്പന്റെ ഭവനത്തെ കുറിച്ച് താൻ ചിന്തിച്ചപ്പോൾ ആദ്യം കിട്ടിയത് തന്റെ വീട്ടിൽ കൂലിക്കാർ ഇതിനേക്കാൾ മെച്ചമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്, ഇവിടെ എനിക്ക് വാളവര പോലും തിന്നാൻ കിട്ടിയില്ല. The first thing that he realized, that in his father's house, even the servants who are paid money, they got abundant in food. അന്നേരം ആദ്യത്തെ സന്ദേശം,
അപ്പന്റെ വീട്ടിൽ വെറൈറ്റി ഫുഡ് ഉണ്ട്. The first message is that in the house of your father there is variety, a range of selection in food. ഇവൻ കിടക്കുന്ന സ്ഥലത്ത് ആകെ ഉള്ളത് വാളവരെയാണ്. But the place where he is lying now, he is only having the food of the swine. അന്നേരം അപ്പന്റെ വീടാണോ കിടക്കുന്നത് പന്നിക്കൂട്ടോ ആണോ എന്നറിയാൻ ഒറ്റ കാര്യത്തിൽ തീരുമാനമാകും. ഫുഡ് കൊണ്ടറിയാം കിടക്കുന്നത് പന്നിക്കൂട്ടത്തിലാണോ അപ്പന്റെ വീട്ടിലാണോ എന്ന്. So even in only one parameter you can realize which is better, by food. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടുണ്ട്, പന്നിക്കൂട്ടത്തിൽ നിന്നാണോ വരുന്നത് അപ്പന്റെ വീട്ടിലാണോ എന്ന് ഒറ്റ നോട്ടത്തെ അറിയാം. അത് ഫുഡ് കൊണ്ടാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് ഫുഡ് കൊണ്ടറിയാം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. Touch the person nearby you and say that from where you are coming can be found by the food that you eat. If you are coming from the place of swine or coming from the house of father, അപ്പന്റെ ഭവനത്തിൽ വെറൈറ്റി ഫുഡ് ഉണ്ട്. In the house of father there are selection of food. അല്ലാതെ വാളവരെ മാത്രമേ ഉള്ളൂ. Or else you are just eating the food of swine. ഗ്രേസ് ഫാമിലി ഒരു അപ്പന്റെ ഭവനമാണ്. A grace family is a father's house. ഒരു അപ്പ വീടാണ്. It's a father's house. ഇവിടെ വെറൈറ്റി ഫുഡ് ഉണ്ട്. Here there is variety of food. അപ്പന്റെ വീടല്ലേ ഉള്ള കുഴപ്പം, വാളവരെയാണ് അവിടെ. So now he found that he is just eating this food of വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അറിയാം അവിടെ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. When he left the house he knew that only these will be what he is. എടുത്തപ്പോഴേ അറിയാം ഇതൊക്കെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. When you came out of here, you know that what is going to be preached. വാളവരെ അല്ലാതെ വേറെ ഒന്നും അവിടെ വിളമ്പാനില്ലെന്നറിയാം. There isn't any other food in that place to be served. ഒരു പുകയും പിന്നെ ഒരു പ്രത്യേക ട്യൂണൂടെ ഉണ്ടാക്കി രണ്ട് ബെല്ലിന്റെ സൗണ്ടൂടെ ഉണ്ടാക്കി സംഭവം എന്നും ഒരാഴ്ചയിൽ സ്ഥിരം ഉള്ളത് തന്നെ തുടരുകയാണ്. Sometimes there might be a smoke, sometimes there will be some sound, but whatever may be the case, every Sunday it will be the same thing that they are serving. അപ്പന്റെ വീട്ടിലെ ഫുഡ് ആസ്വദിച്ചവർ പന്നിക്കൂട്ടത്തിൽ പോയി ഇനി വാളവരെ തിന്നാൻ പോകും. Touch the person nearby you. Those who have experienced the food in the house of father do not go to the place of swine. അപ്പന്റെ ഭവനത്തിൽ പോകുമ്പോൾ തന്നെ ഒരു അകത്തൊരു സന്തോഷമുണ്ട്. And when you realize to go to your father's house, there is a joy that bubbles out. Hallelujah. Hallelujah. ഇവൻ ഇവിടെ കിടന്നുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചു. So while lying there he compared between the two places. ചിന്തിച്ച തനിക്ക് മനസ്സിലായി അപ്പന്റെ വീട്ടിൽ പോകുന്നത് നല്ലത്. So when he was thinking that, he realized that it is better to go to his father's house. ഭാഗം വായിച്ചപ്പോൾ എന്നോട് കർത്താവ് ഇടപെട്ടത് അവിടെ എഴുതിയിരിക്കുന്ന അപ്പോൾ അവന് സുബോധം വന്നു. So when I read it, what God spoke to me is that then he found അതുവരെ വലിയ തുക ഉപയോഗിച്ചവനാണ്, വസ്തു ഉള്ളവനാണ്, വസ്തു വീതം വെച്ച് എടുത്തോണ്ട് പോയവനാണ്, സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാമെന്ന് ഉറപ്പിച്ചിറങ്ങിയവനാണ്, പക്ഷെ ബോധമില്ലായിരുന്നു. Until then he had taken many decisions, he had took great actions and did many things, but still he did not have senses. അന്നേരം ഇവൻ ഇവിടെ വന്നപ്പോൾ ഇവന് ബോധം വന്നു. But when he came to this position, he came to senses. സുവിശേഷം ചെയ്യുന്നത് ബോധമില്ലാത്ത ഒത്തിരി എണ്ണത്തിന് ബോധം കൊടുക്കും. Gospel does the work to give senses to those who do not have senses. അപ്പന്റെ ഭവനത്തെക്കുറിച്ചും കിടക്കുന്ന തകർച്ചയെക്കുറിച്ചും കൃത്യമായി വിവരിക്കുന്ന ഒരേ ഒരു സന്ദേശം ലോകത്തുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. The difference between the place of the father and the place where you are lying down, and which gives a clear description, the only place in the whole of the world is gospel. സുവിശേഷമാണ് ഒത്തിരി തകർന്ന മുടിയൻ പുത്രന്മാർക്ക് അപ്പന്റെ വീട് തുറന്നു കൊടുത്ത ലോകത്തിലെ ഏക സന്ദേശം. Gospel is the only thing that has brought many failed sons to the house of the father. കടത്തിണ്ണയിലും രോഗത്താൽ തകർന്നതും ശാപത്താൽ പിടിക്കപ്പെട്ടതും ദാരിദ്ര്യത്തിന്റെ കൂടാരത്തിനകത്തിരുന്നതിനും ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് സമൂഹവും ദേശവും ഒരുമിച്ച് വിധി എഴുതിയ ചില കുടുംബങ്ങള് ഇപ്പോൾ ആള് മാറ്റിയത് അത് വന്ന അമേരിക്കക്കാരന്റെ വിസിറ്റിംഗ് കാർഡല്ല, വന്ന സുവിശേഷത്തിന്റെ സ്വഭാവമാണ്. അവർ വന്ന് മതം മാറ്റുമല്ല ചെയ്തത്, അവർ സുവിശേഷം പറഞ്ഞപ്പോൾ കേട്ടവന് ബോധമുണ്ടായി. Many those who are burdened by debts, who have sicknesses, who suffer destructions and failures, to them the change did not happen because an American man came and showed his visiting card, but because the gospel was proclaimed and the gospel brought them to the senses.